പെണ്ണിന്റെ ആവേശം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണനവനാണവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണാവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവർ വിഡ്ഢികളുടെ നേതാവ്. ആമ്പിള്ളേർ കെട്ടുമ്പത്തും പിള്ളേരുണ്ടാകുമ്പോ ക്രിസ്ത്യാനികൾക്ക് 5, 1, 1.5 ആയിട്ട് നിൽക്കുക. അതിന് മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. ബിഷപ്പുമാർക്കും പാസ്റ്റർമാർക്കും പറ്റണം. കണക്കൊന്നും കൂടെ ശരിയാവുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4, 5 മക്കളുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് ആദ്യമേ പ്രാരംഭത്തിൽ പറയുകയാണ്, ഇതിനെ നന്നായിട്ട് ട്രോളി പരിഹസിച്ചൊരു മൂലക്കാക്കാൻ എനിക്കറിയാൻ വയ്യത്തോണ്ടല്ല, എനിക്കിതൊക്കെ വഴങ്ങുമെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള, നമ്മളെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ വിൻസെൻ്റ് ഏട്ടായി അടക്കമുള്ള ഒരുപാട് നല്ല സത്യക്രിസ്ത്യാനികളായ ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമുണ്ടല്ലോ, അവർ പ്രചരിപ്പിച്ചു വിടുന്നത് മുസ്ലിം സമൂഹം 5, 6 മക്കളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്ന്. ക്രമാതീതമായി അവർ വർദ്ധിക്കുന്നു, അവർ രാജ്യം പിടിക്കാൻ വേണ്ടിയാണ്, തീവ്രവാദ ഹബ്ബാക്കി മാറ്റുന്നൊക്കെ പറയുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ, ഇസ്ലാമിക് സ്കോളർ, ഒരു സംഘടന നേതാവുമല്ല, കേവലം ഒരു മുസ്ലിം വ്യക്തിയെങ്കിലും ധാരാളം പിള്ളേരെ വേണം, നമ്മൾ കുറഞ്ഞു പോകുന്ന ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് വിചാരിക്കുക, ഇതുവരെ നടത്തിയെന്ന് വിചാരിക്കുക, ഏതൊക്കെ ആംഗിൾ അത് ചർച്ച ചെയ്യും? ഈ രാജ്യം പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഇൻഫർമേഷൻ. ഇതിന് പ്രശ്നമൊന്നുമില്ലേ? ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിനകത്ത് പ്രശ്നമൊന്നുമില്ലേ? നമ്മുടെ സമൂഹം ഇല്ലാതായി പോകുന്നു, ഒരാൾക്ക് 5, 6 മക്കള്. ഈ പ്രഖ്യാപനം ഒന്നും നടത്താതെ തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കളെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് 3, 4, അതൊക്കെ ഞങ്ങളുടെ കഴിവാണെന്നേ. ഈ സാധനം പിന്നെ എന്തിനാണ് തന്നിരിക്കുന്നത്? ദൈവം തമ്പുരാൻ സാധനം നമുക്ക് കൈ തന്നത് ഭക്ഷണം വാരി തിന്നാൻ, നമ്മുടെ പല കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടിയാണ്. കണ്ണ് തന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയാണ്, അല്ലേ? ചെവി തന്നിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള അവയവങ്ങൾ തന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നിതാണ്. അത് ഉപയോഗിക്കാതെ നിങ്ങൾ ഈ കിടന്ന് കരയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? എന്നാൽ ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെ 10 മക്കളുള്ളവരില്ലേ? ഈ അടുത്ത് ഒരു വീഡിയോ വൈറലായല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്സഹായത. തുടക്കത്തിലൊരു കാര്യം പറയുന്നത്, അതാണ് പോയിന്റ്. ആ പോയിന്റിലേക്ക് വരണം. ആമ്പിള്ളേർ കെട്ടുമ്പത്തും പിള്ളേരുണ്ടാകുമ്പോ ക്രിസ്ത്യാനികൾക്ക് 5, 1, 1.5 ആയിട്ട് നിൽക്കുക. ആമ്പിള്ളേർക്ക് 8, 10 പിള്ളേരുണ്ടാകുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾപ്പെട്ട ആമ്പിള്ളേരല്ലെന്ന് ഇദ്ദേഹം പറയുന്നത്. ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെ ആക്ഷേപിച്ച് പറയുന്നത്. അപ്പൊ ആമ്പിള്ളേരാരാ? ഞങ്ങളായിരിക്കും ഉദ്ദേശം. അത് ശരിയാണ്. ഞങ്ങൾ പണ്ടേ ആണുങ്ങളാണെന്നുള്ള കഴിവ് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായേ? അത് രാജ്യം പിടിക്കാൻ വേണ്ടിയും ഇവിടെ പോപ്പുലേഷൻ കൂട്ടിയിട്ട് ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പറയുന്ന, ഞങ്ങൾ ചാരിതാർത്ഥ്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ്, എത്ര മക്കളുണ്ടെങ്കിലും ഞങ്ങൾ വളർത്തും. ഉർവരതയില്ലാത്ത ഊശ്വര ഭൂമിയിൽ, മരുഭൂമിയിൽ കൊണ്ടിട്ടാലും അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങളുടെ വിശ്വാസത്താൽ ഞങ്ങൾ ആർജിച്ചെടുത്ത കഴിവാണ്. എന്നിട്ട് ബാക്കി പറയട്ടെ. മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4, 5 മക്കളുണ്ടാകണം. ആദ്യത്തെ 1, 2 കാരണവന്മാര് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത്. എന്റെ പൊന്നു ചേട്ടാ, ഈ ബിഷപ്പ് ഇത് പറഞ്ഞാൽ, പാവപ്പെട്ട ബിഷപ്പ് ഇത് പറഞ്ഞ എങ്ങനെയാ? ബിഷപ്പ് പറയണമെന്നാ പറയുന്ന? ഓക്കെ, പറയണമെന്നാണെങ്കിൽ കുഴപ്പമില്ല, ബിഷപ്പ് പറഞ്ഞാൽ മതി. അല്ല, ബിഷപ്പിനെ കൊണ്ട് സാധിക്കുന്ന ഒരു സംഗതി അല്ല ഇത്. പാവപ്പെട്ട ബിഷപ്പിനെ നിങ്ങൾ വെറുതെ ഇതിനകത്ത് കുരുക്കിൽപ്പെടുത്തരുത്. ബാക്കിയുള്ളതിന് എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം. എന്തിനാണ് ബിഷപ്പ് പറയുന്നു സഭ ചെലവിന് കൊടുക്കുന്നത്? നിങ്ങളല്ലേ ഇരിക്കുന്ന ആനം, നിങ്ങൾ വീട്ടിലോട്ട് പോ. അതേ ശബ്ദത്തിൽ പറയാ, നിങ്ങൾ വീട്ടിലോട്ട് പോ. പറ്റുള്ളൂ. ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ഇതിന് ഫണ്ടൊന്നും വേണ്ടെന്ന്. 2 ഈന്തപ്പഴം വെച്ച് വെള്ളം കുടിച്ചാൽ മതി, ഫണ്ടൊന്നും വേണ്ട. ഈന്തപ്പഴം കുടിച്ച് വീട്ടിലോട്ട് പോ. ജനം ഫണ്ട് തരും. അവിടെ ഹോസ്പിറ്റലുകളിൽ ഈ 3, 4 ഒക്കെ പ്രസവം വരുമ്പോ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സൗജന്യമായിട്ട് പ്രസവമൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പം അവർക്ക് കൂടുതൽ പ്രസവിക്കാനുള്ള കരുത്തും താല്പര്യം തോന്നുമെന്നാണ് ഏട്ടായി പറയുന്നത്. എന്തുമായിക്കോട്ടെ, അതിന് മറുപടി ഞാൻ പറയുന്നില്ല. അതിന് ഫ്രെഡി അതിന് മറുപടി പറയും. ഒരു സ്കൂളിൽ ഒരു അധ്യാപകനായിട്ട്, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് അധ്യാപകനായിട്ട് ചെന്നാൽ നിങ്ങൾ ജോലി കൊടുക്കലുണ്ടോ? ഇത് ഞാൻ പറഞ്ഞാൽ അതൊരു സമൂഹത്തെ ഞാൻ അപരവൽക്കരിക്കുക, ആക്ഷേപിക്കലാവും. ഫ്രെഡി പറയട്ടെ, ഫ്രെഡി അതിന് കൃത്യമായി മറുപടി പറയും. ഫ്രെഡി പറ, കേൾക്കട്ടെ. ഏറ്റവും കൂടുതൽ ജാതീയതയും വർഗീയതയും ഉള്ളത് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലൊന്നും അല്ല, ക്രിസ്ത്യാനികളിലാണ്. നിങ്ങളൊരു അഡ്മിഷൻ എടുക്കുക, അഡ്മിഷന് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ജാതീയത വർഗീയത. എന്നിട്ടും മനസ്സിലാകാത്തവർ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നാൽ മതി. പോവുക, ഒരു മാട്രിമോണിയൽ സൈറ്റിൽ കയറുക,
സിറിയാനിയാണോ, ലത്തീനാണോ, മലങ്കരയാണോ, ഓർത്തഡോക്സ് ആണോ, അങ്ങനെ കുറെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും തള്ളായിട്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? അതെ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. കേരളത്തിലുള്ളവരല്ല. കേരളത്തിലുണ്ടെന്നേ. കേരളത്തിൽ ജാതീയതയും വർഗീയത ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലാ. വേണേ കേട്ടാ മതി. അപ്പൊ ചെയ്യാസ് ഫ്രെഡിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. അവസാനിക്കുന്നില്ല, അടുത്ത ക്ലിപ്പും വന്നു. 75 ലക്ഷത്തോളം പേര് 140 മണ്ഡലത്തിൽ ഡിവൈഡ് ചെയ്താൽ 54,000 വോട്ട് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്ന ഒരു മണ്ഡലത്തിലുണ്ടോ? ഇതിപ്പോ പറയുമ്പോ താഴെ കമന്റ് വരും, ഇവൻ ക്രിസംഖ്യാന്ന്. മനുഷ്യരുടെ പ്രശ്നമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളൊക്കെ പ്രയാസത്തിലാണ്. എല്ലാവരുടെയും പ്രശ്നം പറ, ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നം പറഞ്ഞാലേ. കമന്റുകാരുടെ പേരെന്നാന്ന് നോക്കിയാൽ മതി, പറയുന്നതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാവും. അതുകൊണ്ട് കമന്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ കാര്യമാണ് പറയുന്നത്. ചേട്ടനെ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ചേട്ടനല്ലേ പറഞ്ഞത് 60 ലക്ഷം ആധാർ കൊടുത്തുന്നത്? കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മൊത്തം 30 ലക്ഷമേ ഉള്ളൂ. 60 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭായിമാർക്ക് ആധാർ കൊടുത്തെന്ന് ചേട്ടനെ പറഞ്ഞ ചേട്ടനെതിരെ നടപടി എടുക്കാത്തതുകൊണ്ടാണ്. ഇത് കേസ് എടുക്കേണ്ട വകുപ്പാണ്. നാട്ടിൽ തെറ്റിദ്ധാരണവും കുഴപ്പമുണ്ടാക്കുന്ന വർത്താനാണ് ഇതൊക്കെ. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടുത്തെ പള്ളികൾ നാളെ പലതും ആളില്ലാതെ ബാറുകളാക്കി മാറ്റും. 75 ലക്ഷം ഈ പള്ളികളൊക്കെ ബാറായി വിദേശ രാജ്യത്ത് അങ്ങനെ ബാറായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഈ പറയപ്പെടുന്ന ഇലക്ഷനും ആള് കുറവൊന്നുമില്ല. ആളുകളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നിങ്ങൾ പള്ളികളിൽ വരുന്ന ഈ അടുത്ത് ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ഒരു സഹോദരി പറഞ്ഞെന്താ? പച്ച വർഗീയത പറയുന്നതാണ്. എല്ലാ അച്ഛന്മാരും ഇല്ല കേട്ടാ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എബ്രഹാം അച്ഛനാണ്, പാലക്കാടുള്ള. എല്ലാ അച്ഛന്മാരും ഇല്ല. പ്രാർത്ഥിക്കാൻ പോയ സ്ത്രീ തന്നെ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് പറയാണ്, ഇവർക്ക് ആത്മീയതയെക്കുറിച്ച് പറഞ്ഞുകൂടെ? എന്തിനാണ് തീവ്രവാദം ഭീകരവാദം ഒക്കെ പറയുന്നത്? ആളുകൾ അന്യമത വിദ്വേഷം പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ആത്മീയത പറഞ്ഞു കൊടുക്കുക. ആളുകൾക്ക് ആത്മീയമായ ഒരു വഴിത്താലിലൂടെ നടത്തൂ. നിങ്ങൾ പള്ളിയിൽ വന്ന്, മുസ്ലിം പള്ളിയിൽ വന്ന് ഒരു ദിവസം ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻ്റെ താടിയും തലപ്പൊക്കെ ഞാൻ ഭയങ്കര കുഴപ്പക്കാരനാന്ന് പറയുന്നത്. എൻ്റെ പള്ളിയിൽ വന്ന് നിങ്ങളൊരു വെള്ളിയാഴ്ച കൂട്, ഞാൻ എന്തായി പ്രസംഗിക്കുന്നത് കേൾക്കാം. ഇനി എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമഭാവനയുള്ള വർത്താനം പറയുന്നു എന്ന ഒരു തോന്നലാണ് എങ്കിൽ ഞാൻ അറിയാതെ വന്ന് എൻ്റെ പള്ളിയുടെ പുറത്ത് വന്ന് നിൽക്കും. ഈ തൊട്ടപ്പുറത്തുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട കുറേ സഹോദരങ്ങളുണ്ട്, അവർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെ. അപ്പോഴേ അത് കേട്ടു നോക്ക്, ഞങ്ങൾ എന്താണ് സമൂഹത്തോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചേട്ടാ, ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ മനുഷ്യരുടെയും പ്രശ്നമായിട്ട് ഒരു വിഷയത്തെ അവതരിപ്പിക്കും.